ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ഈ ക്വാർട്ടറിൽ മുഴുവൻ പഠിക്കുന്നത് സങ്കീർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പാഠങ്ങളാണ്. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് 12ാമത്തെ പാഠമാണ്. ഒരിക്കലും അവസാനിക്കാത്ത ആരാധന. മനപ്പാഠവാക്യം: എൻ്റെ ആയുഷ്കാലത്തൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും, ഞാൻ ഉള്ളയിടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. സങ്കീർത്തനം 104:33. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്തുതിനും നിത്യനുമായ അടിയങ്ങളുടെ സ്വർഗ്ഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, വേദപഠന ക്ലാസ്സിലേക്ക് അടിയങ്ങൾ വരുമ്പോൾ തിരുമേനിയുടെ തിരുമഹത്വം ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. കർത്താവെ, പരിശുദ്ധാത്മ നിറവുകൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. പാഠം പഠിക്കുവാനും നന്നായി അത് മനസ്സിലാക്കുവാനും ഹൃദയസ്ഥമാക്കുവാനും അതിനനുസരണമായി ജീവിക്കുവാനുമുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി തരണമേ. സുഖത്തിലും ബലത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും അടിയങ്ങളെ പരിപാലിക്കണമേ. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് കർത്താവെ, ഞങ്ങൾ വചനങ്ങൾ വായിച്ച് പഠിച്ച് വിശ്വസ്തരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. മാനവും മഹത്വവും അങ്ങെടുത്ത് ഒടുവിലങ്ങ് ആകാശമേഘങ്ങൾ വരുമ്പോൾ അങ്ങയുടെ മഹത്വ പ്രത്യക്ഷതയിൽ കണ്ടെത്തപ്പെടുവാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോട് കേൾക്കണമേ. ആമേൻ. ഒരിക്കലും അവസാനിക്കാത്ത ആരാധന. മനപ്പാഠവാക്യം: എൻ്റെ ആയുഷ്കാലത്തൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും, ഞാൻ ഉള്ളയിടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. അപ്പം ദൈവകൃപയുടെയും ശക്തിയുടെയും അനുഭവം നമ്മൾ വർദ്ധിക്കുമ്പോൾ സങ്കീർത്തനക്കാരനോടൊപ്പം നമ്മളും ചോദിക്കും, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ യഹോവയ്ക്ക് എന്ത് പകരം കൊടുക്കും? സങ്കീർത്തനം 116:12. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ യഹോവയ്ക്ക് എന്ത് പകരം കൊടുക്കും? പക്ഷെ ദൈവത്തോട് വിശ്വസ്തരായിരിക്കുവാൻ ഒരുവൻ ജീവിതം പ്രതിഷ്ഠിക്കുക എന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ജീവിതകാലം മുഴുവനും ദൈവത്തെ സേവിക്കുമെന്ന് നമ്മൾ പ്രതിഷ്ഠയെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ജീവിതകാലം മുഴുവനും ദൈവത്തെ സേവിക്കുവാനും സ്നേഹിക്കുവാനും കഴിയും. അപ്പോൾ ആരാധനയെ സംബന്ധിച്ച് എന്താണ് ദൈവിക പ്ലാന്? ദൈവിക പ്ലാൻ ലോക ജനത മുഴുവനും ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഇസ്രായേൽ ജനതയോട് ചേരണമെന്നതായിരുന്നു ദൈവത്തിൻ്റെ പ്ലാൻ. അപ്പോൾ ലോക ജനത മുഴുവനും ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഇസ്രായേൽ ജനങ്ങളോടൊപ്പം ചേരണം. അതായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ആദർശപരമായ ഒരു ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം ദൈവത്തെ തൻ്റെ സഭയിൽ സ്തുതിക്കുക എന്നതാണ് ആദർശപരമായ ആരാധന. ദൈവത്തെ സ്തുതിക്കുക, ദൈവസഭയിൽ സ്തുതിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ സ്തുതിയും ആരാധനയും സമൂഹ ആരാധനയെ പരിപോഷിപ്പിക്കുന്നതായിരിക്കണം. അപ്പോൾ ഒരു വ്യക്തി അവൻ്റെ സ്തുതി, അവൻ്റെ ആരാധന എല്ലാം സാമൂഹിക ആരാധനയെ പരിപോഷിപ്പിക്കുന്നതായിരിക്കണം. ഹൃദയ പരമാർത്ഥികൾ ദൈവത്തെ അറിയുന്നു. ദൈവം നീതിമാന്മാരെ അറിയുന്നു. അപ്പം ഹൃദയ പരമാർത്ഥികളായിട്ടുള്ളവർ നീതിമാന്മാരാണ്. അവർ ദൈവത്തെ അറിയുന്നു, ദൈവ നീതിമാന്മാരെയും അറിയുന്നു. അപ്പം നമുക്ക് ഞായറാഴ്ചത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈകൾ ഉയർത്തുക, അതാണ് അതിൻ്റെ തലവാചകം. 134 സങ്കീർത്തനത്തെ അധികരിച്ചാണ് ഞായറാഴ്ചത്തെ ഭാഗം നാം പഠിക്കുന്നത്. അപ്പോൾ ആരാധന അർപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? ദൈവ ആരാധനയുടെ നേട്ടം എന്താണ്? വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈകൾ ഉയർത്തുക. അപ്പം പെരുന്നാളുകൾ ആഘോഷിക്കുവാനായി ദേവാലയത്തിലേക്ക് കടന്നു വന്ന തീർത്ഥാടകർ അല്ലെങ്കിൽ ദൈവമക്കൾ പെരുന്നാൾ ആഘോഷം കഴിയുമ്പോൾ ഈ സങ്കീർത്തനം പാടിക്കൊണ്ട് മടങ്ങിപ്പോകുന്നതായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 134 സങ്കീർത്തനം പെരുന്നാളുകൾ ആഘോഷിക്കുന്നതിനായിട്ട് ദേവാലയത്തിലേക്ക് കടന്നു വന്ന തീർത്ഥാടകർ പെരുന്നാൾ ആഘോഷം കഴിഞ്ഞ് അവർ പോകുമ്പോൾ ഈ 134 സങ്കീർത്തനം പാടിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ സങ്കീർത്തനം 134 1 മുതൽ 3 വരെയുള്ള ഭാഗത്ത്, അല്ലയോ രാത്രി കാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായ യഹോവയുടെ സകല ദാസന്മാരായുള്ളവരെ, യഹോവയെ വാഴ്ത്തുവിൻ, വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവിൻ. ആകാശവും ഭൂമിയും ഉണ്ടാക്കി യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അല്ലയോ രാത്രി കാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായ യഹോവയുടെ സകല ദാസന്മാരുമായുള്ളവരെ,
യഹോവയെ വാഴ്ത്തുവിൻ. വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവിൻ. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം രാത്രി കാലങ്ങളിൽ ദേവാലയത്തിൽ കൂറുപ്രകാരം, യഹൂദന്മാരുടെ വിശ്വാസ പ്രമാണത്തിലെ കൂറുപ്രകാരം ശുശ്രൂഷ ചെയ്യുന്നവരോട് പെരുന്നാൾ കഴിഞ്ഞ് അതിരാവിലെ പിരിഞ്ഞു പോകുന്നവരുടെ ആഹ്വാനമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. അല്ലയോ രാത്രി കാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകല ദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. ആഘോഷം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നവർ ആലയത്തിൽ നിൽക്കുന്നവരോട് കൊടുക്കുന്ന ഒരു ആഹ്വാനമാണ്. രാത്രി ദേവാലയത്തിൽ കാവൽ നിൽക്കുക എന്നത് നിസ്തുലവും മഹത്വകരമായ ഒരു ശുശ്രൂഷയാണ്. ഇപ്പം രാത്രിയിൽ ദേവാലയങ്ങളിൽ കാവൽ നിൽക്കുന്നത് ഒരു വിശുദ്ധ ശുശ്രൂഷയാണ്. അത് മഹത്വകരവുമാണ്. കാരണം അത് ഏറ്റവും ഉത്തരവാദിത്തമുള്ളൊരു ജോലിയും കൂടാണ്. മഹത്വകരമാണ്, പക്ഷേ അത് ഏറ്റവും ഉത്തരവാദിത്തമുള്ളൊരു ജോലിയും കൂടിയാണ്. അപ്പോൾ വിലമതിക്കാനാവാത്ത അനേക വിശുദ്ധ ഉപകരണങ്ങൾ ദേവാലയത്തിലുണ്ട്. കള്ളന്മാരും കൊള്ളക്കാരും ഒന്നും വന്ന് അവയെ അപഹരിച്ചു കൊണ്ട് പോകാതെ സൂക്ഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. ഇപ്പം ക്രിസ്തീയ സഭയിലെ അമൂല്യമായ ഉപദേശ സത്യങ്ങൾ ശത്രുവായവൻ അപഹരിച്ചു കൊണ്ടുപോകാതെ നോക്കുന്ന ഒരു ഉത്തരവാദിത്വവും ശുശ്രൂഷകന്മാർക്കുണ്ട്. അവരും അത് മറക്കരുത്. അപ്പം രാത്രി കാലങ്ങളിലും ഏത് വൈഷമ്യഘട്ടത്തിലെയും ഈ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതാണ്. ഈ ഉപകരണങ്ങളൊക്കെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് രാത്രിയും പകലും ഒക്കെ നോക്കേണ്ടതാണ്. എന്നാൽ സഭാ ശുശ്രൂഷകന്മാരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ക്രിസ്തീയ സഭയിലെ അമൂല്യമായ ഉപദേശങ്ങൾ അത് ശത്രുവായവൻ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പാടില്ല. അപ്പം കൈയും കണ്ണും ഹൃദയവും ദൈവത്തെ വാഴ്ത്തുന്നതിനായി ഉണരട്ടെ എന്ന് പറയുന്നുണ്ട്. 3-ാം വാക്യത്തിൽ ദിവ്യമായ അനുഗ്രഹം തീർത്ഥാടകരുടെ മേൽ ഉണ്ടാകേണ്ടതിനായി പുരോഹിതന്മാരും കൂടെയുള്ളവരും ആശീർവദിക്കുന്നു. 3-ാം വാക്യം നാം വായിക്കുമ്പോഴാണെങ്കിൽ ആ തീർത്ഥാടകരൊക്കെ വന്നിട്ട് അവരൊരു ആഹ്വാനത്തോടുകൂടിയാണ് പോകുന്നത്. എന്നിട്ട് അതിനകത്ത് 3-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഈ പുരോഹിതന്മാർ പോകുന്നവർക്കൊരു ആഹ്വാനം കൊടുക്കുന്നുണ്ട്. വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈയുയർത്തി യഹോവയെ വാഴ്ത്തുവിൻ. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ തീർത്ഥാടകർ പോകുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് അത്. അപ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ദൈവം നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് എഫേസർ 1:30 പറയുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തോടും ദൈവം നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. എല്ലാ ആത്മീയ അനുഗ്രഹത്താലും ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പം വിശുദ്ധ മന്ദിരത്തിൽ ജനം ദൈവത്തെ വാഴ്ത്തുവാൻ ദൈവമാകട്ടെ സിയോനിൽ നിന്ന് അവരെ അനുഗ്രഹിക്കുന്നു. അപ്പം വിശുദ്ധ മന്ദിരത്തിൽ ജനം ദൈവത്തെ വാഴ്ത്തുന്നു, എന്നാൽ ദൈവമോ സിയോനിൽ നിന്ന് അവരെ അനുഗ്രഹിക്കുന്നു. സങ്കീർത്തനം 18:1. എൻ്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പം ദൈവത്തിൻ്റെ ദാസന്മാരായിട്ടാണ് പലപ്പോഴും സങ്കീർത്തനങ്ങൾ ആരാധകരെ ചിത്രീകരിക്കുന്നത്. ആരായിട്ടാണ്? ദൈവത്തിൻ്റെ ദാസന്മാരായിട്ടാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ദൈവത്തെ മറ്റൊരു വിഗ്രഹത്തോട് സാദൃശ്യീകരിക്കാൻ കഴിയാത്തത്? ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ദൈവത്തെ മറ്റൊരു വിഗ്രഹത്തോട് സാദൃശ്യപ്പെടുത്താൻ കഴിയാത്തത്? അതിന് കാരണം ഇസ്രായേൽ അദൃശ്യനായ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അപ്പം ഇസ്രായേൽ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ രൂപങ്ങൾ ഒന്നും ഉണ്ടാക്കുവാൻ ആർക്കും കഴിയില്ല. കാരണം എന്താണെന്ന് അറിയാമോ? അദൃശ്യനായ ദൈവത്തെ ആരാധിച്ചിരുന്നതിനാൽ ആ ദൈവത്തെ യാതൊരു ബിംബത്തോടും സാദൃശ്യീകരിക്കുവാൻ കഴിയില്ല. ദൈവജനം തങ്ങളുടെ സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനുമായ കർത്താവായ യേശു ക്രിസ്തുവിന് സ്തുതിയും സ്തോത്രയാഗവും അർപ്പിക്കുവാൻ തക്ക രാജകീയ വിശുദ്ധ പുരോഹിതന്മാരാണ്. അപ്പം ദൈവജനം ആരാണ്? ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കേണ്ട രാജകീയ പുരോഹിത വർഗമാണ് അവർ. തിങ്കളാഴ്ചത്തെ ഭാഗത്തിലേക്ക് യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ എന്ന് പറയുന്നു. യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ. അപ്പോൾ ഇവിടെ ഈ തിങ്കളാഴ്ചത്തെ ഭാഗം സങ്കീർത്തനം 33 അധ്യായമാണ്. അതിൽ നിന്നാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്.
അവന് പുതിയ പാട്ട് പാടുവീൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പീൻ എന്ന് സങ്കീർത്തനക്കാരൻ ആഹ്വാനം ചെയ്യുന്നു. അവന് പുതിയ പാട്ട് പാടുക, എന്നിട്ട് ഘോഷസ്വരത്തോടെ അവനെ സ്തുതിക്കുക. ഇവിടുത്തെ പുതിയ പാട്ട് എന്തിനെ സൂചിപ്പിക്കുന്നു? പുതിയ പാട്ട് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ദൈവം ഭൂമിയുടെ സൃഷ്ടാവും ന്യായാധിപനും എന്ന നിലയിൽ ദൈവത്തിൻ്റെ മഹിമയെയും ഉന്നതിയെയും പുതുതായി തിരിച്ചറിയുന്നതും ദൈവത്തിൻ്റെ കരുതലിലും രക്ഷയിലുമുള്ള കൃതജ്ഞതയുമാണ് പുതിയ പാട്ട് പാടാനുള്ള കാരണം. അപ്പോൾ ഒരു പുതിയ പാട്ട് പാടുക എന്ന് പറഞ്ഞു. പുതിയ പാട്ട് പാടാനുള്ള ഓരോരുത്തരുടെ ഉത്തേജനം എന്ന് പറയുന്നത് ദൈവം ഭൂമിയുടെ സൃഷ്ടാവാണ്, ന്യായാധിപതിയാണ്. ദൈവത്തിൻ്റെ മഹിമയെയും ഉന്നതിയെയും കരുതലിലും രക്ഷയിലും അവൻ്റെ കരുതലിലും രക്ഷയിലുമുള്ള കൃതജ്ഞതയും കൂടെ രേഖപ്പെടുത്തുമ്പോഴാണ് നമുക്ക് പുതിയ പാട്ട് വരുന്നത്. പാട്ടുകൾ ഭക്തിയുടെ ഒരു ബാഹ്യ പ്രകടനമാണ്. അപ്പം നല്ല ഭക്തിയുള്ള ഒരാൾക്ക് മാത്രമേ പള്ളിയിൽ പാടുന്ന ഒരു പാട്ട് പാടുവാൻ കഴിയൂ. അപ്പോൾ അത് ഭക്തിയുടെ ഒരു ബഹിർസ്ഫുരണമാണ്. സങ്കീർത്തനം 40:3 അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ, പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. അപ്പോൾ സങ്കീർത്തനം 40:3 പറയുന്നത് അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. എന്താണ് ആ പാട്ട്? നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ, പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. അപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ഹൃദയങ്ങളിൽ നിന്ന് സ്തുതിയുടെ ഗാനങ്ങളാണ് പുറപ്പെടുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ഹൃദയത്തിൽ നിന്ന് സ്തുതി ഗീതങ്ങളാണ് വരുന്നത്. അപ്പം മിസ്രൈമിൽ നിന്നും പുറപ്പെട്ട ഇസ്രായേല്യർ ചെങ്കടൽ കടന്നപ്പോൾ അവർ പുതിയ പാട്ട് പാടി എന്ന് പറയുന്നു. അപ്പോൾ എന്തുവരും ഒരു വിടുതൽ കിട്ടുമ്പോൾ, ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ, ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുമ്പോഴൊക്കെയാണ് പുതിയ പാട്ട് നമ്മുടെ ഹൃദയത്തിൽ ഉളവാകുന്നത്. യെശയ്യാവ് 40:10-12 വരെയുള്ള ഭാഗത്ത് സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവരും അതിലുള്ള സകല ദ്വീപുകളും അവയിലെ നിവാസികളുമായുള്ളവേ യഹോവയ്ക്കൊരു പുതിയ പാട്ട്. അപ്പോൾ സങ്കീർത്തനത്തിൽ മാത്രമല്ല യെശയ്യാവിലും പറയുന്നുണ്ട് ഒരു പുതിയ പാട്ട് പാടുവാൻ, എല്ലാവരും ഒരു പുതിയ പാട്ട് പാടുവാൻ. സകല ദ്വീപുകളിലും വസിക്കുന്നവരെ അവരോടും തന്നെ പറയുന്നുണ്ട് യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ. വെളിപ്പാട് 14:3 അവർ സിംഹാസനത്തിന് 4 ജീവികൾക്ക് മൂപ്പന്മാർക്ക് മുൻപാകെ ഒരു പുതിയ പാട്ട് പാടി. അപ്പോൾ പാട്ട് ഇവിടെ മാത്രമല്ല, ഭൂമിയിൽ മാത്രമല്ല, പാട്ട് സ്വർഗത്തിലുണ്ട്. അപ്പോൾ സ്വർഗത്തിലുണ്ടെന്ന് യേശു ക്രിസ്തു ജനിച്ചപ്പോൾ മാലാഖമാരൊക്കെ പാടി. അതുമാത്രമല്ല, അവർ സിംഹാസനത്തിന് 4 ജീവികൾക്ക് മൂപ്പന്മാർക്ക് മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി. അപ്പോൾ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ സ്നേഹാദ്രതയോടെ ദൈവത്തോട് അടുത്തിരിക്കുന്ന ജനം എന്നാണ് സങ്കീർത്തനത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നത് വളരെ സ്നേഹാർദ്രതയോടെ ദൈവത്തോട് അടുത്തിരിക്കുന്ന ജനമെന്നാണ് ഇസ്രായേലിനെ പറയുന്നത്. ഇസ്രായേലിന് അത്യന്ത വിശേഷമേറിയ പദവിയുണ്ട്. മറ്റുള്ളവർക്കുള്ള എന്നതിനേക്കാട്ടിലൊക്കെ വലിയ അത്യന്ത ശ്രേഷ്ഠമായൊരു പദവിയുണ്ട് ഇസ്രായേലിന്. അവരെ ജനമായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ ദൈവം അവരെ സ്വന്തം ജാതിയായിട്ടാണ് തിരഞ്ഞെടുത്തത്. മാത്രമല്ല യേശു ക്രിസ്തു ജനിക്കുന്നതിനുള്ളൊരു ജാതിയായിരുന്നു അവർക്ക്. ആയതിനാൽ തന്നെ അവർക്ക് വിശേഷമേറിയ പദവിയുണ്ട്. ആയതിനാൽ തന്നെ അവർ ദൈവത്തെ സ്തുതിക്കുവാനും കടംപെട്ടവരാണ്, തന്മൂലം അനുഗ്രഹിക്കപ്പെട്ടവരുമാണ്. ദൈവത്തെ സ്തുതിക്കുവാൻ അവർക്ക് കടപ്പാടുണ്ട്. മാത്രമല്ല അവർ അനുഗ്രഹിക്കപ്പെട്ടവരുമാണ്. സത്യാരാധന യാഗങ്ങൾക്കും വഴിപാടുകൾക്കും ഈ ആരാധന എന്ന് പറയുന്നത് അത് സത്യമായിരിക്കണം, ആത്മാർത്ഥമായിരിക്കണം. അപ്പോൾ സത്യമായ ആരാധന യാഗങ്ങൾക്കും വഴിപാടുകൾക്കും അതീതമാണ് നമ്മുടെ ആരാധന. അപ്പോൾ യാഗങ്ങൾ കഴിക്കുന്നതിനേക്കാളിലും വഴിപാടുകൾ കഴിക്കുന്നതിനേക്കാട്ടിലും ഏറ്റവും മെച്ചമായിട്ടുള്ളത് നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ആരാധനയാണ്. നാം ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് വരുന്നു. യഹോവേ അങ്ങയുടെ കൂടാരത്തിൽ ആർ വസിക്കും? യഹോവേ അങ്ങയുടെ കൂടാരത്തിൽ ആർ വസിക്കും? സങ്കീർത്തനം 15 അധികരിച്ചാണ് ഈ ഭാഗം എഴുതിയിരിക്കുന്നത്. ഈ സങ്കീർത്തനം ഒബേദ്, ഈ 15ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ പശ്ചാത്തലം, ഈ സങ്കീർത്തനം ഓബേദ് ഏദോമിൻ്റെ ഭവനത്തിൽ നിന്നും ദൈവത്തിൻ്റെ പെട്ടകം ദാവീദിൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പാടാൻ എഴുതിയതാണ്. അപ്പോൾ ഈ പെട്ടകം, യഹോവയുടെ പെട്ടകം ഓബേദ് ഏദോമിൻ്റെ ഭവനത്തിൽ നിന്ന്
ദാവീദിൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പാടാനാണ് ഈ സങ്കീർത്തനം 15 എഴുതിയത്. യഥാർത്ഥ വിശുദ്ധൻ ആരാണെന്ന് അറിയുവാൻ ദൈവഭയത്തോടെയുള്ള ആത്മാർത്ഥമായ ഒരു ചോദ്യമാണ് വിശുദ്ധ കൂടാരത്തിൽ ആർ പാർക്കുമെന്നത്. ശരിക്കും ഒരു യഥാർത്ഥ വിശുദ്ധൻ ആരാണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ടുള്ളൊരു ചോദ്യമാണ് ആരാണ് വിശുദ്ധ കൂടാരത്തിൽ പാർക്കാൻ കഴിയുന്നത്. അത് ശരിക്കും അതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് നിത്യജീവൻ അവകാശിയായവന് മാത്രമേ ഈ കൂടാരത്തിൽ പാർക്കാൻ കഴിയൂ. നിത്യജീവന് അവകാശിയായവൻ ഈ കൂടാരത്തിൽ പാർക്കും. അപ്പം കൂടാരത്തിൽ നിത്യജീവന് അവകാശി അല്ല എങ്കിൽ ആ കൂടാരത്തിൽ പാർക്കാൻ യാതൊരു യോഗ്യതയുമില്ല. ഇരുമനസ്സുള്ളവനും സത്യം പറയാത്തവനും നിഷ്കളങ്കനായിരിക്കുവാൻ സാധ്യമല്ല. അപ്പോൾ ആരാണ് നിഷ്കളങ്കൻ? നിഷ്കളങ്കന് മാത്രമേ ഇതൊക്കെ ലഭിക്കൂ. ആരാണ് നിഷ്കളങ്കൻ? അവൻ സത്യം പറയുന്നവനായിരിക്കും. പിന്നെ എങ്ങനെ ആയിരിക്കും? അവൻ രണ്ട് മനസ്സില്ല അവന് ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന ഒരേ ഒരു മനസ്സേ ഉള്ളൂ. ഇരുമനസ്സുള്ളവനും സത്യം പറയാത്തവനും നിഷ്കളങ്കനായിരിക്കുവാൻ കഴിയില്ല. ഒരു സിയോൻ പൗരൻ എന്ന് വെച്ചാൽ ഒരു വിശ്വസ്തനായ പൗരൻ, ഒരു സിയോൻ പൗരൻ ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുന്നവന് നിഷ്കളങ്കനുമായിരിക്കും. അപ്പോൾ ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു നിഷ്കളങ്കന് മാത്രമേ അത് ചെയ്യുവാനും കഴിയുള്ളൂ. അപ്പോൾ ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുന്ന നിഷ്കളങ്കനായിരിക്കും. നിഷ്കളങ്കന് മാത്രമേ ഹൃദയപൂർവ്വം സത്യം പറയുവാൻ കഴിയുകയുമുള്ളൂ. ഇപ്പം സാധാരണ കുരള പറയുക. അപ്പോൾ ശരിക്കും ഒരു ക്രിസ്തീയ ജീവിതത്തെ അപകീർത്തിപ്പെടുത്തുന്ന 3 കാര്യങ്ങളുണ്ട്. 1 കുരള പറയുക, 2 ദോഷം ചെയ്യുക, 3 അപമാനം വരുത്തുക. അപ്പോൾ ഒരു ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ഒരു വിശുദ്ധനായി ജീവിക്കുന്നതിന് എതിരായിട്ടുള്ളൊരു കാര്യമാണ് കുരള പറയുക, ദോഷം ചെയ്യുക, അപമാനം വരുത്തുക. കുരള പറയുക എന്ന് പറയുന്നത് കള്ളം പറയുക അല്ലെ നുണ പറയുക എന്നുള്ളതാണ്. അപ്പം നാവ് എന്താന്ന് പറയുന്നത്, നാവിനെ കുറിച്ച് ഒരു എഴുത്തുകാരൻ പറയുന്നത് നാവ് ഒരു തീയാണെന്ന്. നാവ് ഒരു തീയാണ്. നുണ പറയുന്നവന് അവന് പിശാചിനെ വായിൽ കൊണ്ട് നടക്കുന്നു എന്ന്. ആലോചിച്ച് നോക്കിയേ, പിശാചിനെ വായിൽ കൊണ്ട് നടക്കുന്നവനാണ് നുണ പറയുന്നവൻ. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ നുണ പറയുമല്ലോ അല്ലേ? അത് ശരിക്കും നമ്മൾ അവസരം വരുമ്പോഴാണ് ഈ നുണ പറയുന്നത്. നമ്മൾക്ക് ആ സിറ്റുവേഷനിൽ നിന്ന് ജയിക്കുന്നതിന് വേണ്ടി. പക്ഷേ ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണമെന്നാണ് സങ്കീർത്തനക്കാരൻ നമ്മളോട് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ സത്യം തന്നെ പറയണം. അപ്പം നുണ പറയുന്നവൻ അവൻ പിശാചിനെയാണ് വായിൽ കൊണ്ട് നടക്കുന്നത്. ഇത് കേൾക്കുന്നവനോ? നുണ കേൾക്കുന്നവർ ഒരുപാട് പേരുണ്ട്, അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ മനുഷ്യരോട് കുത്തി ചോദിച്ച് നുണ കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ നുണ കേൾക്കുന്നവൻ ആരാന്നറിയാമോ? അവൻ പിശാചിനെ ചെവിയിൽ വഹിക്കുന്നു. അപ്പോൾ വാക്ക് പാലിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നവൻ വാക്ക് പാലിക്കുന്നവനാണ്. അപ്പോൾ ഭക്തനായ ഒരുവൻ ഒരിക്കലും പലിശ വാങ്ങിയില്ല, പലിശയ്ക്ക് പണം കൊടുക്കില്ല, കൈക്കൂലി വാങ്ങില്ല. നമ്മൾ ഇന്നത്തെ ഈ ലോകത്ത് ഇതിൽ നിന്ന് വളരെ വിപരീതമായിട്ടാണ് കാണുന്നത്. ഒരു കാര്യവും കൈക്കൂലി കൊടുക്കാതെ നടക്കത്തില്ല. പലിശ വാങ്ങിക്കുന്നവരാണ് വലിയ ധനവാന്മാരായി മാറുന്നത്. എന്നാൽ ഭക്തനായ ഒരുവൻ പലിശ വാങ്ങുകയോ കൈക്കൂലി വാങ്ങുകയോ ചെയ്യില്ല. സങ്കീർത്തനം 24:3 മുതൽ 6 വരെയുള്ള ഭാഗത്ത് യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. ഇവിടെ സങ്കീർത്തനക്കാരൻ ആദ്യം ചോദ്യം തന്നെ ചോദിക്കുന്നുണ്ട്, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? അതിന് ഉത്തരം, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ, അവൻ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. അവൻ നീതി പ്രാപിക്കണമെങ്കിലും രക്ഷയുടെ ഭാഗത്ത് വരണമെങ്കിലും അവന് വെടിപ്പുള്ള കൈയുണ്ടാവണം, നിർമ്മല ഹൃദയം ഉണ്ടാവണം, വ്യാജത്തിന് ഒരു കാരണവശാലും മനസ്സ് വെക്കരുത്, കള്ളസത്യം ചെയ്യരുത്. എങ്കിൽ മാത്രമേ യഹോവയുടെ അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കുകയുള്ളൂ. അപ്പം ഒരു വളരെ സുപ്രധാനമായ വേറൊരു ചോദ്യം,
ആർ കയറും, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും. അപ്പം അവന് വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവന് മാത്രമേ അത് ചെയ്യുവാനും കഴിയുള്ളൂ. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ. വിശുദ്ധി എന്തോന്ന് പറഞ്ഞാൽ അത് കൃപയുടെ അടയാളം. നമുക്ക് വിശുദ്ധനായിരിക്കണം, നമ്മൾ വിശുദ്ധി പ്രാപിക്കണമെങ്കിൽ അതിന് കൃപ വേണം. അപ്പം വിശുദ്ധി എന്ന് പറയുന്നത് കൃപയുടെ അടയാളമാണ്. കൃപയാൽ നീതീകരിക്കപ്പെട്ടവൻ സൽപ്രവർത്തികൾ ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കൃപയാൽ നീതീകരിക്കപ്പെട്ടവൻ അവന് സൽപ്രവർത്തികൾ ചെയ്യും. ശരിക്കും ഒരു ആരാധന നടത്താൻ പോകുന്ന ഒരാളെ ആരാധകൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളിന് ചില ഗുണങ്ങൾ ആവശ്യമാണ്. എന്തൊക്കെ ഗുണങ്ങളാണ് ഈ ആരാധന നടത്തുവാൻ പോകുന്ന ഒരാൾക്ക് വേണ്ടത്? ഒന്ന്, ദൈവം മുമ്പാകെ നിൽക്കാൻ ആരാധനയ്ക്ക് പോകുന്നതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് പൂർണ്ണതയുള്ള ഹൃദയം അല്ലെങ്കിൽ നിർമ്മല ഹൃദയം. അപ്പം ദൈവസന്നിധിയിൽ പോകുമ്പോൾ അപ്പം നമ്മൾ എങ്ങനെയെങ്കിലും ദേവാലയത്തിൽ പോകാൻ നമുക്ക് പറ്റില്ല. ദേവാലയത്തിൽ ശനിയാഴ്ച നമ്മൾ ദേവാലയത്തിൽ പോകണമെങ്കിൽ അതിനുള്ള ഒരുക്കം കഴിഞ്ഞ ശനിയാഴ്ച കഴിഞ്ഞ സമയം മുതലേ നമ്മൾ ഒരുങ്ങേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച പരിപൂർണമായി നാം ഒരുക്കത്തിലായിരിക്കണം. വെള്ളിയാഴ്ച രാത്രി മുഴുവനും നമ്മൾക്ക് ഒരുക്കമുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നിഷ്കളങ്ക നിർമ്മല ഹൃദയത്തോടുകൂടി ശബത്തിൽ ആരാധനയ്ക്ക് പോകുവാൻ കഴിയൂ. സങ്കീർത്തനം 101 1 മുതൽ 3 വരെ, ഞാൻ ദയയെയും ന്യായത്തെയും കുറിച്ച് പാടും, യഹോവേ ഞാൻ നിനക്ക് കീർത്തനം പാടും. ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ഞാൻ ഒരു നീച കാര്യം എൻ്റെ കണ്ണിന് മുമ്പിൽ വയ്ക്കുകയില്ല. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു, അത് എന്നോട് ചേർന്ന് പറ്റുകയില്ല. ഇത് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്, 101 സങ്കീർത്തനം. അവിടെ 1 മുതൽ 3 വരെയുള്ളതാണ് ഞാൻ വായിച്ചത്. ഞാൻ ദയയെയും ന്യായത്തെയും കുറിച്ച് പാടും. അപ്പോൾ രാജാവ് പാടുന്നത് ദയയെയും ന്യായത്തെയും കുറിച്ച് പാടും. യഹോവേ ഞാൻ നിനക്ക് കീർത്തനം പാടും. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ഞാനൊരു നീച കാര്യം എൻ്റെ കണ്ണിന് മുമ്പിൽ വയ്ക്കുകയില്ല. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു, അത് എന്നോട് ചേർന്ന് പറ്റുകയില്ല. ഇത് ദാവീദ് രചിച്ച സങ്കീർത്തനോടൊപ്പം ഇത് ദാവീദിൻ്റെ ഒരു ദൃഢനിശ്ചയവും കൂടിയാണ്. അപ്പോൾ ശരിക്കും യഹൂദ രാജ്യത്ത് അല്ലെങ്കിൽ എബ്രായ രാജ്യത്തിൻ്റെ ധാർമ്മിക വിശ്വാസങ്ങളെ പറ്റിയുള്ള ഈ ചിത്രം ഈ സങ്കീർത്തനത്തിലുള്ളതുകൊണ്ട് എങ്ങനെ ഒരു യഹൂദയിലെ ഒരു രാജാവ് എങ്ങനെ ആയിരിക്കണമെന്ന് ഈ സങ്കീർത്തനത്തിലുള്ളതുകൊണ്ട് അവിടുത്തെ രാജാക്കന്മാരുടെ കിരീടധാരണ സമയത്ത് ആ ശുശ്രൂഷയിൽ ഈ സങ്കീർത്തനം വായിക്കാറുണ്ടെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ 101 സങ്കീർത്തനത്തിൽ യഹൂദ മതത്തിൻ്റെ ആദർശങ്ങൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അവിടുത്തെ രാജാക്കന്മാരുടെ കിരീടധാരണ സമയത്തുള്ള ശുശ്രൂഷയിൽ ഈ സങ്കീർത്തനം പ്രത്യേകമായി വായിക്കും. എന്തോന്നറിയാമോ? ഒരു നീചകാര്യവും എന്നോട് പറ്റുകയില്ല എന്ന് പറയുന്നത്. ബുധനാഴ്ചത്തെ ഭാഗത്ത് ദൈവമഹത്വം ദേശങ്ങളിൽ പ്രസ്താവിക്കും. ദൈവമഹത്വം ദേശങ്ങളിൽ പ്രസ്താവിക്കും. സങ്കീർത്തനം 96. ആരാധനയിൽ എന്തെല്ലാം അടങ്ങിയിരിക്കണം? അപ്പോൾ അവിടെ 96 സങ്കീർത്തനത്തിൽ പ്രത്യേകമായി പറയുന്ന ഒരാരാധനയിൽ എന്തെല്ലാം അടങ്ങിയിരിക്കണം. ഈ സങ്കീർത്തനവും ദാവീദ് രചിച്ചതാണ്. 1 ദിനവൃത്താന്തം 16 23 മുതൽ 33 വരെ വാക്യങ്ങളിൽ നിന്ന് ഇത് ദാവീദ് രചിച്ചതാണെന്ന് മനസ്സിലാക്കാം. ദാവീദ് യഹോവയുടെ പെട്ടകം സിയോനിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പാടിയതാണ് ഈ സങ്കീർത്തനം. അത് ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ദാവീദ് എഴുതിയതാണ് 96 സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൽ നമുക്ക് 1, 2 വാക്യം ഇന്നതിനെ പറയുന്നു, 3, 4 വാക്യം ഇന്നതിനെ പറയുന്നു. അങ്ങനെ വിഭജിക്കുവാൻ കഴിയില്ല. വിഭജിക്കുവാൻ അസാധ്യമായ നിലയിൽ ഈ സങ്കീർത്തനം ആപാദചൂടം അതിമനോഹരമാണ്.
അപ്പോൾ ശരിക്കും ഒരു ആരാധനയിൽ എന്തെല്ലാം കാര്യങ്ങൾ അടങ്ങിയിരിക്കണമെന്ന് ഈ സങ്കീർത്തനം വ്യക്തമാക്കുന്നുണ്ട്. ആരാധനയിൽ പങ്കെടുക്കുവാൻ പോകുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ആരാധനയിൽ എന്തെല്ലാം ഉണ്ടായിരിക്കണമെന്ന് ഈ സങ്കീർത്തനത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. 1, ആരാധനയിൽ പാട്ടുണ്ട്. 2, ദൈവനാമത്തെ സ്തുതിക്കുണ്ട്, സ്തുതിയുണ്ട്. ദൈവത്തിൻ്റെ നന്മയെയും മഹത്വത്തെയും ഘോഷിക്കണം. ദേവാലയത്തിലേക്ക് കാഴ്ചകൾ കൊണ്ടുവരണം. ഇത്രയുമൊക്കെ ആരാധനയുടെ ഭാഗമാണ്. നാം ദേവാലയത്തിൽ ആരാധനയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ നമ്മൾ പാട്ടുപുസ്തകം നമ്മുടെ കയ്യിലുണ്ടാവണം. നമ്മൾ ദൈവനാമത്തെ സ്തുതിക്കുന്ന കീർത്തനങ്ങൾ പാടണം. ദൈവത്തിൻ്റെ നന്മയും മഹത്വത്തെയും കുറിച്ച് ഘോഷിക്കണം. നമ്മൾ കാഴ്ചകൾ കൊണ്ടുവരണം. അപ്പോൾ 96-ാം സങ്കീർത്തനത്തിൽ ഉയർത്തി കാണിക്കുന്ന മറ്റൊരു കാര്യം, ദൈവരാജ്യത്തെ മറ്റു ജനങ്ങളുടെ ഇടയിൽ പ്രസ്താവിക്കുന്ന സുവിശേഷീകരിക്കുന്ന പ്രവൃത്തിയും കൂടിയുണ്ട്. 96 സങ്കീർത്തനത്തിൽ ഉയർത്തി കാണിക്കുന്നത്, അപ്പോൾ നമ്മൾ ദൈവവചനം മറ്റുള്ളവരുടെ ഇടയിൽ ഘോഷിക്കുക എന്നുള്ളൊരു കാര്യവും കൂടിയുണ്ട്. രക്ഷയുടെ സന്തോഷം കൊണ്ട് നമ്മൾ ദൈവരാജ്യത്തെ മറ്റു ജനങ്ങളുടെ ഇടയിൽ ഘോഷിക്കുമ്പോൾ അത് കേട്ടിട്ട് രക്ഷയിലേക്ക് വരുന്നവരുണ്ട്. അപ്പോൾ രക്ഷയുടെ സന്തോഷം കൊണ്ട് നിറയപ്പെട്ട പുതിയ ഹൃദയങ്ങൾ പുതിയ പാട്ട് പാടും. ഇപ്പോൾ രക്ഷ ആരിലൊക്കെ ചെന്നെത്തുന്നു അവരുടെ ഹൃദയത്തിൽ പുതിയ പാട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പം രക്ഷകൻ്റെ ഉദയം ഈവൻ പുതിയ ഹൃദയങ്ങൾ പാട്ട് പാടുമെന്ന് പറയുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചപ്പോഴും ഒരു പാട്ട് കേട്ടു എന്ന് നമ്മൾ പറയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അത് ദൈവദൂതന്മാർ പുതിയ പാട്ട് പാടിയതാണ്. അന്നുവരെ പാടിയിട്ടില്ലാത്ത പാട്ടാണ് ദൈവദൂതന്മാർ അവിടെ പാടിയത്. എന്താ പാടിയത്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അപ്പോൾ പാപച്ചെളി കുഴിയിൽ നിന്ന് ഉയർത്തപ്പെട്ട ഹൃദയങ്ങൾ പുതിയ പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കുന്നു. മനസ്സിലായില്ലേ? പാപച്ചെളിയിൽ നിന്ന് ഉയർത്തപ്പെട്ട ഹൃദയങ്ങൾ പുതിയ പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ പൂർണ്ണതയുടെ മഹത്വം ജാതികളുടെ ഇടയിൽ നാം പ്രസ്താവിക്കണം. അങ്ങനെയെങ്കിൽ അവർ സത്യദൈവത്തെ അംഗീകരിക്കും. അപ്പം ശരിക്കും ദൈവത്തിൻ്റെ പൂർണ്ണതയുടെ മഹത്വം നാം ജാതികളുടെ ഇടയിൽ പ്രസ്താവിക്കണം. അവരത് കേട്ട് ദൈവത്തെ അംഗീകരിക്കും. അവൻ്റെ രക്ഷയുടെ മഹത്വം പ്രഖ്യാപിക്കുകയും, അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ രക്ഷയുടെ മഹത്വം പ്രഖ്യാപിക്കണം. അങ്ങനെയെങ്കിൽ അവർ ദൈവത്തെ തങ്ങളുടെ രക്ഷകനായി അംഗീകരിക്കും. അപ്പം ജാതികളും മറ്റുള്ളവരും അവിശ്വാസികളായവരും ദൈവഭാഗത്ത് വരുന്നത് നമ്മൾ രക്ഷയുടെ മഹത്വം പ്രഖ്യാപിക്കുമ്പോഴാണ്. രക്ഷയുടെ മഹത്വം പ്രഖ്യാപിക്കുകയും, അങ്ങനെയെങ്കിൽ അവർ ദൈവത്തെ തങ്ങളുടെ രക്ഷകനായി അംഗീകരിക്കും. അവൻ്റെ സംരക്ഷണത്തിൻ്റെ മഹത്വം നമ്മൾ പ്രഖ്യാപിക്കണം. അങ്ങനെയെങ്കിൽ ജാതികൾ അവരുടെ വിശ്വസ്ത സംരക്ഷകനായി ദൈവത്തെ അംഗീകരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സംരക്ഷണം, നമ്മൾ അനുഭവിച്ച സംരക്ഷണത്തിൻ്റെ മഹത്വം നമ്മൾ പ്രഖ്യാപിക്കണം. അങ്ങനെയെങ്കിൽ ജാതികൾ അവരുടെ വിശ്വസ്ത രക്ഷകനായി ദൈവത്തെ അംഗീകരിക്കും. ദൈവജനത്തിൻ്റെ മഹത്വം പ്രഖ്യാപിക്കുകയും, അങ്ങനെയെങ്കിൽ ദൈവവചനം തങ്ങളുടെ നിക്ഷേപമായി അംഗീകരിക്കും. അപ്പോൾ ദൈവവചനത്തിൻ്റെ മഹത്വം നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ജാതികൾ ദൈവവചനത്തെ അവരുടെ നിക്ഷേപമായി അംഗീകരിക്കും. ദൈവത്തിൻ്റെ ശുശ്രൂഷയുടെ മഹത്വം പ്രഖ്യാപിക്കുകയും, എന്നാൽ സുവിശേഷീകരണം ഏറ്റവും മഹത്തായ തൊഴിലായി അവർ അംഗീകരിക്കും. ഇന്നെന്തുകൊണ്ട് സുവിശേഷീകരണത്തിന് ആളില്ല? കാരണം ബാക്കിയുള്ളവർ ഒരിക്കലും ആ സുവിശേഷീകരണത്തിൻ്റെ മഹത്വം പ്രഖ്യാപിക്കുന്നില്ല. അത് കേട്ട് ആളുകൾ അതവരുടെ തൊഴിലായി അംഗീകരിക്കും. സ്വർഗരാജ്യത്തിൻ്റെ മഹത്വം പ്രഖ്യാപിക്കുകയും, അങ്ങനെയെങ്കിൽ ജാതികൾ അത് അവരുടെ ഉത്തമ ഭവനമായി അംഗീകരിക്കും. അപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ മഹത്വം നമ്മൾ പ്രഖ്യാപിച്ചാൽ ജാതികൾ സ്വർഗത്തെ അവരുടെ ഉത്തമ ഭവനമായി അംഗീകരിക്കും.
ദൈവനാമ മഹത്വത്തിന് ചേരാത്തത് ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ആ സത്യം നാം ഒരിക്കലും വിസ്മരിക്കരുത്. അപ്പം നമ്മൾ എന്ത് ചെയ്താലും അത് ദൈവനാമ മഹത്വത്തിനായിരിക്കണം. ദൈവനാമ മഹത്വത്തിനല്ലാത്ത ഒരു കാര്യവും നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഒരാരാധന എങ്ങനെയാണ് ഉളവാകുന്നത്? ആരാധന ഉളവാകുന്നത് ദൈവ സൃഷ്ടാവും രാജാവും ന്യായാധിപതിയുമാകുന്നു എന്ന അന്തരാത്മാവിലെ തിരിച്ചറിവിൽ നിന്നാകുന്നു ആരാധന ഉളവാകുന്നത്. സങ്കീർത്തനം 96 5, 10, 13. എങ്ങനെയാകുന്നു? ദൈവ സൃഷ്ടാവും രാജാവും ന്യായാധിപതിയുമാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ ഹൃദയം തുടിക്കും. യഹോവ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു, യഹോവ വാഴുന്നു എന്ന് ജാതികളുടെ ഇടയിൽ പറവീൻ, അവൻ ജാതികളെ നേരോടെ വിധിക്കും. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു, അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും തന്നെ. അവൻ ഈ ഭൂമിയെ വിധിക്കാൻ വരുന്നൊരു ദൈവമുണ്ട്. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നു, അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു, അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടി വിധിക്കും. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് വന്നിട്ടുണ്ട്. വ്യാഴാഴ്ചത്തെ ഭാഗം. ദൈവം യാഗങ്ങളിൽ പ്രസാദിക്കാത്തപ്പോൾ, ദൈവം യാഗങ്ങളിൽ പ്രസാദിക്കാത്തപ്പോൾ. സങ്കീർത്തനം 40 6 മുതൽ 8 വരെ, 50 7 മുതൽ 23 വരെ. ഇവിടെ പറയുന്നത് ഏത് സുപ്രധാന പ്രശ്നങ്ങളെയാണ് ഈ വേദഭാഗങ്ങൾ പരാമർശിക്കുന്നത്? ദൈവം തന്നെ കൽപ്പിച്ച് നടപ്പാക്കിയ യാഗങ്ങളിൽ എന്തുകൊണ്ട് ദൈവത്തിന് പ്രസാദമില്ല? യാഗം നടത്തണമെന്ന് പറഞ്ഞത് ദൈവമാണ്. പക്ഷേ ഇപ്പോൾ ആ ദൈവത്തിന് ആ യാഗങ്ങളിൽ ഒരു പ്രസാദവുമില്ല. കാരണമെന്ത്? സങ്കീർത്തനം 40 6 മുതൽ 8 വരെ. ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് യാഗം, ദൈവം തന്നെയാണ് യാഗം നടത്താൻ. വിവിധ തരം യാഗങ്ങളെക്കുറിച്ച് ദൈവമാണ് പറഞ്ഞത്. ഹനനയാഗം, ഭോജനയാഗം, സമാധാനയാഗം, അങ്ങനെയുള്ള എല്ലാ യാഗങ്ങളും ഉണ്ട്. ഈ ഒരു യാഗവും വാസ്തവത്തിൽ ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ശരിക്കും പ്രവാചകന്മാരെ പോലെ സങ്കീർത്തനക്കാരനും ആരാധനയുടെ ദുരുപയോഗത്തിൽ വിലപിക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊരു വിലാപമാണ് കാണുന്നത്. അപ്പോൾ ആരാധന വ്യർത്ഥമായി തീരുന്ന ഒരവസ്ഥയിലേക്ക് അന്നെത്തി. അപ്പോൾ സങ്കീർത്തനക്കാരന് വിലാപം വന്നു. ഇന്നും അതൊക്കെ തന്നെയല്ലേ? മനുഷ്യൻ ദേവാലയത്തിൽ വരുന്നത് മറ്റുള്ളവരെ കാണിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയാണ്. അല്ലാതെ ആത്മാർത്ഥമായി ഹൃദയംഗമായി ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുന്നവർ ചുരുക്കമാണ്. അതുകൊണ്ട് പ്രവാചകന്മാരെ പോലെ സങ്കീർത്തനക്കാരനും ആരാധനയുടെ ദുരുപയോഗത്തിൽ വിലപിക്കുന്നു. യാഗങ്ങളോടും ഉത്സവങ്ങളോടുമുള്ള അതൃപ്തിയല്ല ദൈവത്തിൻ്റെ ഇത്ര കടുത്ത വിരോധത്തിന് കാരണം. അപ്പോൾ ആരാധനയോടോ ഉത്സവങ്ങളോടോ യാഗങ്ങളോടോ ഉള്ള ദൈവത്തിനുള്ള അതൃപ്തിയല്ല ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഇഷ്ടക്കേടിന് കാരണം. ആരാധനയും ആത്മീയതയും തമ്മിലുള്ള ഒരു മാരകമായ അകലമാണ്. ഇപ്പം നമ്മളിവിടെ കാണുന്ന എന്താണെന്ന് പറഞ്ഞാൽ അതിന് ആരാധനയ്ക്കും ആത്മീയതയ്ക്കും രണ്ടിനും യാതൊരു അടുപ്പവുമില്ല. അത് തമ്മിൽ ഭയങ്കര മാരകമായ അകലം ഉണ്ടെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ആരാധനയും ആത്മീയതയും തമ്മിൽ വളരെ മാരകമായ അകലം. ദൈവം തൻ്റെ ജനത്തിൻ്റെ വഴിപാടുകളെയും ഹോമയാഗങ്ങളെയും ശാസിക്കുകയല്ല, എന്നാൽ അവർ തങ്ങളുടെ ജീവിതങ്ങളിൽ വ്യക്തിപരമായി ചെയ്യുന്ന ദുഷ്ടതയെയും അന്യായത്തെയുമാണ് ദൈവം ഇഷ്ടപ്പെടാത്തത്.
തൻ്റെ ജനത്തിൻ്റെ വഴിപാടുകളിലും ഹോമയാഗങ്ങളിലും ദൈവം ശാസിക്കുന്നില്ല. പകരം വ്യക്തിപരമായി അവർ ചെയ്യുന്ന ദുഷ്ടത അത് ദൈവത്തിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല. പൊള്ളയായ ആരാധനകൾക്കും വ്യർത്ഥമായ വഴിപാടുകൾക്കും ദൈവം എതിരാണ്. അപ്പോൾ പൊള്ളയായ ആരാധനകൾക്കും വ്യർത്ഥമായ വഴിപാടുകൾക്കും ദൈവം എതിരാണ്. അപ്പോൾ യോഹന്നാൻ 4:23-24 അവിടെ പറയുന്നത് ആരാധന ആത്മാവിലും സത്യത്തിലുമായിരിക്കണം. ആരാധന എങ്ങനെയായിരിക്കണം? ആത്മാവിലും സത്യത്തിലുമായിരിക്കണം. പൊള്ളയായതാകാൻ പാടില്ല, വ്യർത്ഥമായതാകാൻ പാടില്ല. സങ്കീർത്തനം 51:19 അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. എപ്പോഴേ? ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോൾ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും ദൈവം പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. ദൈവം നമ്മെ അംഗീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ യാഗങ്ങളെയും അംഗീകരിക്കും. ദൈവം നമ്മളെയാണ് ആദ്യം അംഗീകരിക്കുന്നത്, പിന്നാണ് നമ്മുടെ യാഗങ്ങളെ അംഗീകരിക്കുന്നത്. അപ്പം ദൈവം നമ്മെ അംഗീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ യാഗങ്ങളെയും അംഗീകരിക്കും. ഏറ്റവും വിലയേറിയ നീതിയാഗങ്ങൾ തന്നെ അന്നേരം നമ്മൾക്ക് അർപ്പിക്കാൻ കഴിയും. ദൈവം നമ്മളെ അംഗീകരിച്ച് കഴിയുമ്പോൾ ഏറ്റവും വലിയ നീതിയാഗങ്ങൾ നമ്മൾക്ക് അർപ്പിക്കുവാൻ കഴിയും. അപ്പോൾ നന്മ ചെയ്യാനും കൂട്ടായ്മ ആചരിക്കാനും നാം ഒരു കാരണവശാലും മറന്നു പോകരുത്. നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിക്കാനും. അപ്പം നമ്മൾ വിചാരിക്കും, എന്തിനാ പള്ളിയിൽ പോകുന്നത്, ഇവിടെ അങ്ങ് ഇരുന്നാൽ മതിയെന്ന്. വീട്ടിൽ ഇരുന്ന് ആ പള്ളി പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടി നല്ലതായിട്ട് പാടില്ല. ദൈവം നിർദ്ദേശിക്കുന്നുണ്ട് നമ്മൾ കൂട്ടായ്മ ആചരിക്കണം. അപ്പോൾ നമ്മൾ ശരിക്കും നന്മ ചെയ്യണം, കൂട്ടായ്മ ആചരിക്കണം. അത് മറക്കരുതെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഈ വക യാഗങ്ങളിലല്ലയോ ദൈവം പ്രസാദിക്കുന്നത്. യാഗങ്ങൾ മാത്രം മതിയാകുകയില്ല. യാഗങ്ങൾ അല്ലെങ്കിൽ വഴിപാടുകൾ അർപ്പിക്കുന്നവരുടെ ഹൃദയങ്ങൾ അനുതാപവും വിശ്വാസവും പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപവും കൊണ്ട് നിറഞ്ഞിരിക്കണം. അപ്പം യാഗങ്ങൾ ദൈവത്തിന് വാസ്തവത്തിൽ ആവശ്യമില്ല. അപ്പം യാഗങ്ങൾ അല്ലെങ്കിൽ വഴിപാടുകൾ അർപ്പിക്കുന്നവരുടെ ഹൃദയങ്ങൾ അതിൽ അനുതാപം ഉണ്ടാകണം, അതിൽ വിശ്വാസമുണ്ടാകണം. മാത്രമല്ല പാപത്തെക്കുറിച്ചുള്ളൊരു അവബോധവും ഉണ്ടാവണം. അനുതാപത്തോടെയും സ്തോത്രത്തോടെയും അർപ്പിക്കുമ്പോൾ മാത്രമേ കാളകളെ കൊണ്ടുള്ള യാഗങ്ങൾ നീതിയാഗങ്ങളാകുന്നുള്ളൂ. അപ്പോൾ ഒരു യാഗം നീതിയാഗമാകണമെങ്കിൽ അനുതാപത്തോടെയും സ്തോത്രത്തോടെയും കൂടി അത് അർപ്പിക്കുമ്പോൾ മാത്രമേ അത് നീതിയാഗങ്ങളായി മാറിപ്പോകുന്നുള്ളൂ. അതിന് നമ്മൾക്ക് വേണ്ടത് വാസ്തവത്തിൽ അനുതാപമാണ്. അത് അവിടെ മാത്രമേ ദൈവം പ്രസാദിക്കുന്നുള്ളൂ. അപ്പം ദൈവം അനുതാപമില്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു ബൈബിളിൽ അങ്ങനെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെട്ടതോർത്ത് ഏശാവ് ദുഃഖിച്ചു. പക്ഷേ ഏശാവിന് അനുതാപം ഉണ്ടായിരുന്നില്ല, ഒരു പ്രയോജനവുമില്ല. അപ്പോൾ തൻ്റെ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെട്ടതിൽ ഏശാവിന് ദുഃഖം തോന്നി. പക്ഷേ അവിടെ അനുതാപമില്ലായിരുന്നു. അതുപോലെ തന്നെ ബിലെയാം വാൾ പിടിച്ചു നിന്ന ദൂതനെ കണ്ടപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയന്ന് കുറ്റം സമ്മതിച്ചു ബിലെയാം. എന്നാൽ അവിടെ ചെയ്ത തെറ്റിനെക്കുറിച്ച് അനുതാപം ഉണ്ടായിരുന്നില്ല. കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് യൂദാസ് വിലപിച്ചു. അവിടെയും അനുതാപം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദൈവത്തെ ആരാധിക്കുവാനായി, കൂട്ടായ്മ അനുഭവിക്കുവാനായി കടന്നു വരുന്ന ഒരു ദൈവ പൈതൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അപ്പോൾ യോഹന്നാൻ 4:23-24 പറയുന്ന ആരാധന ആത്മാവിലും സത്യത്തിലും ആയിരിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ അന്നേരം മാത്രമേ ദൈവം നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കുന്നുള്ളൂ. അപ്പോൾ നിൻ്റെ യാഗപീഠത്തിൽ കാളകളെ അർപ്പിക്കും. ശരിക്കും നീതിമാന്മാരുടെ പട്ടികയിൽ നമ്മൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾക്ക് അനുതാപമുണ്ടാകണം,
മാനസാന്തരമുണ്ടാകണം. അനുതാപത്തോടും സ്തോത്രത്തോടും കൂടി ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലണം. ഇന്ന് ഈ പകൽക്കാലം സ്തോത്രത്തോടും അനുതാപത്തോടും കൂടി ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുവാൻ ഓരോ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതാണ് എൻ്റെ പ്രാർത്ഥന. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനും നീതിമാനുമായ അടിയങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കർത്താവ് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർത്ത മഹാകൃപയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആരാധനകളെയും സ്തുതികളെയും കുറിച്ച് പഠിക്കുവാനും എങ്ങനെ ആരാധിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച കൃപയെ ഓർത്തു അടിയങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളിത് പാഠങ്ങൾ പഠിക്കുമ്പോൾ കർത്താവെ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഞങ്ങൾ കാര്യക്ഷമമായി തന്നെ പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ സ്തോത്രത്തോടും അനുതാപത്തോടും കൂടെ വരുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവഭാഗത്ത് തന്നെ ഞങ്ങളെ നിർത്തിക്കൊള്ളണം. ദോഷമായിട്ടൊന്നും ഭവിക്കാതെ തൃക്കരങ്ങൾ വഹിച്ച് ഒടുവിലങ്ങ് ആകാശമേഘങ്ങൾ വരുമ്പോൾ അങ്ങയുടെ മഹത്വ പ്രത്യക്ഷതയിൽ കണ്ടെത്തപ്പെടുവാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ.